നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും എല്ലാം കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഏതു കാര്യങ്ങളാണെങ്കിലും അത് നമ്മളിലേക്ക് വശപ്പെടുത്തി കൊണ്ടുവരുവാൻ വേണ്ടിയും പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഇതിന് സ്വിച്ച് വേർഡ് പറയണമെന്നോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു പ്രാവശ്യം മാത്രം ഇത് നമ്മൾ ചെയ്താൽ മതി. ഒരൊറ്റ പ്രാവശ്യം, വെറുതെ ചെയ്യണമെന്നില്ല. അതിനെ നോക്കി നമുക്ക് ഒരു മാനിഫെസ്റ്റേഷനും ചെയ്യേണ്ട ആവശ്യമില്ല, സ്വിച്ച് വേർഡുകൾ ചൊല്ലേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെയില്ല. എഴുതുക പോലും വേണ്ട. ഒരൊറ്റ തവണ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് പിറകുവശത്ത് നമ്മൾ ഒരു പേപ്പറാണ് ഒട്ടിക്കേണ്ടത്. പിറകുവശത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അകത്ത് നിന്ന് കുറ്റിയിടുന്ന സമയത്ത്, നമ്മുടെ വീടിനകത്ത് നിന്ന് നമ്മൾ കുറ്റിയിടുന്ന ആ ഒരു ഭാഗത്ത്, രണ്ട് വശമുള്ള ഡോറാണ് എന്നുണ്ടെങ്കിൽ വലത് വശത്ത് ഒട്ടിക്കാം. ഇനി സിംഗിൾ ഡോറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. പ്രധാനമായിട്ടും പ്രധാന വാതിലിന് പിറകുവശത്താണ് ഒട്ടിക്കേണ്ടത്. ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത് നമ്മളിലേക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്നവരാണ്, പലരെയും കാണുന്നവരാണ്. അതിൽ നല്ല മനസ്സോടുകൂടി നമ്മളെ കാണുന്നവരും ഉണ്ടാകും. ഇനി അഥവാ നമ്മുടെ ജീവിതം കണ്ട് അസൂയയോടുകൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടിയോ കാണുന്നവരും ഉണ്ടാകും. പക്ഷെ നമുക്ക് എങ്ങനെ അവരെ തിരിച്ചറിയുവാൻ സാധിക്കും? ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചറിയുവാൻ സാധിക്കില്ല. അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും തന്നെ പോസിറ്റിവിറ്റി നിറഞ്ഞവരായിരിക്കണമെന്ന് നിർബന്ധവും ഇല്ലതാനും. നമുക്ക് അറിയുവാൻ പോലും സാധിക്കില്ല ഇവർ നെഗറ്റിവിറ്റി ഉള്ളവരാണോ ഇവർ പോസിറ്റിവിറ്റി ഉള്ളവരാണോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയുവാൻ പോലും സാധിക്കില്ല. അങ്ങനെ പലരെയും പല സാഹചര്യങ്ങളിലും നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്തോ കാണുന്ന സമയത്തോ അവരുമായിട്ട് ഇടപഴകേണ്ടി വരുന്ന സമയത്തോ അവരുടെ നെഗറ്റിവിറ്റി നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് വരുന്ന സമയം മുതൽക്ക് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ അസാധാരണമായ ഒരു വഴക്കുണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരേതു കാര്യങ്ങൾ പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാവുകയില്ല. പാഴ്ചിലവുകൾ വർദ്ധിക്കും. ഓരോരുത്തരായിട്ട് അസുഖങ്ങൾ ബാധിച്ച് എന്ത് ചെറുതോ വലുതോ ആയ അസുഖങ്ങൾ ബാധിച്ച് ഡോക്ടറെ കാണാൻ പോകേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. നമുക്കറിയില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഒരുപക്ഷെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഇരുന്ന് ആലോചിച്ച് പോകും. ഞാൻ എന്താണ് ഇങ്ങനെ, എനിക്കെന്തിനാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്ന് ചിന്തിച്ച് അത് ശരിയാക്കണമെന്ന് തീരുമാനിക്കുമ്പോഴേക്കും തന്നെ വീണ്ടും ഒരു പ്രശ്നം വരും. അതിലൂടെ നമ്മുടെ ദേഷ്യം വർദ്ധിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കും. അത് പല സാഹചര്യങ്ങൾക്കും കൊണ്ട് വഴിയൊരുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് വന്നു എന്നോ എങ്ങനെ വന്നു എന്നോ എന്തുകൊണ്ടാണ് എനിക്ക് പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നത്, പണം എൻ്റെ കയ്യിൽ നിൽക്കാത്തത്, ദൈവിക ശക്തി ഞങ്ങളുടെ വീട്ടിലില്ലേ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഞങ്ങളുടെ വീട്ടിലില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു ചിത്രം നമ്മുടെ വീടിലെ പ്രധാന വാതിലിൻ്റെ പിറകുവശത്ത് ഒട്ടിച്ചു വെച്ചാൽ ഇത് എപ്പോൾ ഒട്ടിക്കണം എന്നൊന്നുമില്ല. ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം, കാരണം ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാതെ നമുക്ക് ഒട്ടിക്കാൻ സാധിക്കില്ല, വരയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഒരു ദിവസം സമയം, ആ ഒരു 10 രൂപ മുടക്കി ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ വാതിലിന് പിറകുവശത്ത് ഒട്ടിക്കാം. ചെറുതായിട്ട് നമുക്ക് എടുത്താലും മതി. ഇനി വലുതായിട്ട് എടുത്തൊട്ടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. മറ്റുള്ളവർ കണ്ടാൽ എന്താണ് എന്ന് ചോദിച്ചാൽ വെറുതെ ഒരു ചിത്രം എന്ന് മാത്രമേ പറയാവൂ ഒഴികെ എന്തിനു വേണ്ടിയാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ആ ചിത്രം ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ചിഹ്നം സാധാരണയായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട്, ഈ മാനിഫെസ്റ്റേഷൻ എല്ലാം ചെയ്യുന്നവർ പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ച് ഒരു ക്യാൻഡിലെല്ലാം കത്തിച്ച് ഈ ചിത്രത്തെ നോക്കി നമ്മുടെ ആവശ്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും തന്നെ വേണ്ട. നമ്മൾ വെറുതെ നമ്മുടെ വീടിൻ്റെ വാതിലിന് പിറകുവശത്ത് ഇത് ഒട്ടിച്ചു വെച്ചാലേ നമ്മുടെ വീട്ടിൽ ഒരു പ്രകാശം ഉള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ശരിയായി തീരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തെളിഞ്ഞ ബോധം നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്ന ഒന്നാണ് ഈ സിമ്പൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചിഹ്നം 2 പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം.
ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർ മാത്രം 2 പ്രിൻ്റ് ഔട്ട് എടുക്കാം. അല്ലാത്തവർ വീട്ടിൻ്റെ കതകിന് പുറത്തൊട്ടിക്കുന്നവർ 1 എടുത്താൽ മതിയാകുന്നതാണ്. 2 പ്രിൻ്റ് ഔട്ട് എടുത്തവർ 1 കതവിന് പിറകു വശത്ത് ഒട്ടിച്ചു വയ്ക്കുക, പിന്നൊന്ന് നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് വെളുത്ത നിറത്തിലുള്ള ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു മെഴുകുതിരിയോ തയ്യാറാക്കി വയ്ക്കാം. ഇനി 11 ദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ ഏത് ആഗ്രഹമാണോ നിറവേറി കിട്ടേണ്ടത് ആ ഒരൊറ്റ ആഗ്രഹത്തെ മാത്രം മുൻനിർത്തുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ച് തുകയാണ് ആവശ്യമെങ്കിൽ ആ തുക മനസ്സിൽ കരുതുക. കൃത്യമായും എത്ര രൂപ വേണമെന്ന് നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ്. ഇനി അഥവാ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണ് നിറവേറി കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ എന്തും തന്നെ ആകട്ടെ, ന്യായമായ ഏതൊരാഗ്രഹത്തെയും നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു ചിഹ്നമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ന്യായമായ കാര്യത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് നമ്മൾ കിഴക്കു ദിശയോ അല്ലെങ്കിൽ വടക്കു ദിശയോ പടിഞ്ഞാറ് ദിശയോ നോക്കി താഴെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ ഒരു കസേരയിട്ട് ടേബിളിന് പുറത്തു വെച്ചോ നമുക്ക് ഇരിക്കാവുന്നതാണ്. മെഴുകുതിരി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിന് മുകളിലോ അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റാൻഡിലോ വെച്ചതിനു ശേഷം നമ്മൾ ആദ്യം ഈ യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയേണ്ടതാണ്. എപ്പോഴും ഏതൊരു മാനിഫെസ്റ്റേഷൻ്റെയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷ്വലൈസേഷനും നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുന്നതുമാണ്. അങ്ങനെ നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞതിന് ശേഷം ഈ ചിഹ്നത്തിലേക്ക് ഒരു 5 മിനിറ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ എവിടെയും പതറാതെ ഈ ചിഹ്നത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന ഈ പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി. നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി എന്ന് നമുക്ക് തുടർച്ചയായി പറയാം. ഉദാഹരണമായിട്ട് നമ്മൾ 1 ലക്ഷം രൂപ ഒരു 10 ദിവസത്തിനകം അല്ലെങ്കിൽ 11 ദിവസത്തിനകം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട 1 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്ന ഈ പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി. ഞാൻ ആവശ്യപ്പെട്ട 1 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി എന്ന് ഈ ചിത്രത്തിൽ നോക്കി തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇത് നമ്മുടെ ഉപബോധ മനസ്സിലെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു ചിഹ്നമാണ്. പണ തടസ്സങ്ങൾ തുടങ്ങി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, തൊഴിലിൽ ഉയർച്ചയില്ലായ്മ, വീട്ടിൽ പ്രശ്നങ്ങളാണ്, അതുപോലെ ജോലി സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങളാണ്, ജോലി കിട്ടാതെ വലയുകയാണ്, വിദേശയാത്ര പോകുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ്, വീടിൻ്റെ വാടക പോലും കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായിട്ടും ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരു 10-15 മിനിറ്റ് ഇതിനെ നോക്കി നമുക്ക് ആവശ്യമായതിനെ നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഈ പ്രപഞ്ചത്തോട് താങ്ക് യു എന്ന് പറഞ്ഞ് ആ മെഴുകുതിരി അണച്ച് അതിനെ മാറ്റി വയ്ക്കാം. തുടർച്ചയായി 11 ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ സാരമില്ല. നിങ്ങൾ വീട്ടിൻ്റെ കതകിന് പുറത്ത് ഇത് ഒട്ടിച്ചു വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി നിറഞ്ഞതാകും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. സാധാരണ നമ്മുടെ വീഡിയോകളിൽ പറയുന്നതെല്ലാം നമുക്ക് 1 രൂപ പോലും ചിലവില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് 10 രൂപയോ 15 രൂപയോ നമുക്ക് ചിലവാക്കേണ്ട ഒരു കാര്യമാണ്. ആ 15 രൂപ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിവാകണം, നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിറവേറി കിട്ടണം, നമുക്കും മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവരെല്ലാം തന്നെ ഈ ഒരു മെത്തേഡ്, ഞാൻ ഈ പറഞ്ഞ 2 ഏതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ചെയ്താലും സാരമില്ല. അല്ലെങ്കിൽ 2 മെത്തേഡും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പണത്തെ ആകർഷിക്കുവാനും നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുവാനുമായിട്ട് ഒരുപാട് സിഗിൽസ് എല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ ഓരോ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. എല്ലാ മാനിഫെസ്റ്റേഷനും സ്വിച്ച് വേർഡുകളും എല്ലാവരും ചെയ്യണമെന്നില്ല. കാരണം ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷനോ സ്വിച്ച് വേർഡുകളോ റിസൾട്ട് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അത് വിട്ട് ഇത് വിട്ട് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ചിലർക്ക് അതിലെല്ലാം റിസൾട്ട് കിട്ടിയാലും കുറച്ചും കൂടി നമുക്ക് മെച്ചപ്പെടുന്ന റിസൾട്ട് ഏതിലാണോ കിട്ടുന്നത് അത് ട്രൈ ചെയ്യാം എന്ന് കരുതിയാവും ഇതുപോലുള്ളതെല്ലാം ട്രൈ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അതിൽ കിട്ടിയ റിസൾട്ട് ഇപ്പോൾ ചെയ്യുന്നതിൽ കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം തന്നെ പിന്തുടരുക എന്ന് എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.